ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സ്. ഫോളോയിങ് ആർ സം ഓഫ് ദ മെത്തേഡ്സ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സ്. അതിൽ ഒന്നാമത്തെ റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ്. ലംസം പേയ്മെൻറ്റ് വെച്ചാൽ റിഡീം ചെയ്യുന്ന സമയത്ത് മൊത്തം എമൗണ്ട് കൊടുത്ത് അവസാനിപ്പിക്കുക. റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓരോ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക റീപേയ്മെൻറ്റ്. ദെൻ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ഈ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാം. ദെൻ റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ദെൻ അടുത്തത് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട്. ദെൻ അടുത്തത് റിഡംഷൻ ബൈ കൺവേർഷൻ ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. കൺവേർഷനിലൂടെ, അതായത് ഷെയറായിട്ടോ പുതിയ ഡിബഞ്ചറായിട്ടോ കൺവേർട്ട് ചെയ്തുകൊണ്ട് റിഡീം ചെയ്യാം. അങ്ങനെ 6 മെത്തേഡുകളാണ് ഈ റിഡംഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ എല്ലാത്തിലും പ്രോബ്ലം സിങ്കിങ് ഫണ്ടൊക്കെ തിയറി മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ലംസം മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് പെയ്ഡ് ഇൻ വൺ ലംസം ഓഫ് അപ്പോൾ ലംസം ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഓഫ് ദ ഇഷ്യൂ അറ്റ് ദ ടൈം ലൈഫ് ഓഫ് ദ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇഷ്യൂവിൻ്റെ സമയത്തുള്ള കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക. ഇൻ ഓർഡർ ടു റിഡീം ദ ഡിബഞ്ചേഴ്സ് ഫണ്ട്സ് ആർ റിക്വയർഡ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഫണ്ട് നമ്മൾ പറയാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ഡിസൈഡ് ടു ദ സോഴ്സ് ഫ്രം വിച്ച് ഡിബഞ്ചേഴ്സ് ആർ ടു ബി റിഡീം ചെയ്യുക. അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കും ഏത് സോഴ്സ് ഉപയോഗിച്ച് റിഡീം ചെയ്യണമെന്നുള്ളത്. ഡിബഞ്ചേഴ്സ് മേ ബി റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്നോ ക്യാപിറ്റലിൽ നിന്നോ റിഡീം ചെയ്യാം. ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ജനറലൈസ് ഫോർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് അടിച്ചേക്കാം. ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഈക്വൽസ് വെൻ എമൗണ്ട് ഡ്യൂ ഓൺ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുന്ന എൻട്രി. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പ്രീമിയം ഉള്ളതുകൊണ്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പ്രീമിയത്തിനാണ് റിഡീം ചെയ്യണമെങ്കിൽ ഈ പ്രീമിയം റിഡംഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് സാധാരണ എഴുതുന്ന ഒരു എൻട്രിയാണ് വരിക. പ്രീമിയത്തിനാണെങ്കിൽ മാത്രം പ്രീമിയം റിഡംഷൻ എഴുതി ചേർക്കാം. ഓക്കെ. ദെൻ വെൻ എമൗണ്ട് പോയിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട്. അങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ. ദെൻ പ്രോബ്ലം നമ്പർ 8 ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എ ലിമിറ്റഡ് വാണ്ട്സ് ടു റിഡീം ₹5 lakh ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് 5% ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അതായത് 5 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ള ഡിബഞ്ചർ റിഡീം ചെയ്യാൻ തീരുമാനിച്ചു. 5% അതിൻ്റെ ഡിബഞ്ചറിൻ്റെ റേറ്റ്. ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണില്ല. പാസ്റ്റ് നെസസറി ജേർണലീസ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ the debentures are redeemed at par, the debentures are redeemed at premium of 10%. അപ്പോൾ 10% പ്രീമിയത്തിന് റിഡീം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി വരിക? ഫേസ് വാല്യൂവിന് റിഡീം ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപ എഴുതി അവസാനിപ്പിക്കാമെന്നാണ്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്താ? ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാർ. അപ്പോൾ ഡ്യൂ ആകുന്ന എൻട്രി ഇതും ഡിബഞ്ചേഴ്സ് അക്കൗണ്ടറ്ററിൻ്റെ എമൗണ്ട് എത്രയാണ് നമ്മൾ പറഞ്ഞ് 5 lakh ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടറ്റർ 5 lakh. അപ്പോൾ 5 ലക്ഷം അവിടെ എഴുതാം. ഓക്കെ. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 5 ലക്ഷം അവിടെ എഴുതാം. ഓക്കെ. അപ്പോൾ എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. ഇതാണ് ഫസ്റ്റ് എൻട്രി. പാർ വാല്യൂവിന് റിഡീം ചെയ്യാൻ പറഞ്ഞാൽ ഈ നോർമൽ എൻട്രി ആയ സിമ്പിൾ എൻട്രി എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ. അടുത്ത ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അതേ എമൗണ്ട് തന്നെ, ഡ്യൂ ആയ എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. ഡ്യൂ ആയത് ഒരു എമൗണ്ടും കൊടുക്കുന്നത് വേറെ എമൗണ്ട് ആയിരിക്കില്ല. പിന്നെ കൊടുക്കുന്നത് നമ്മൾ വ്യത്യസ്ത എമൗണ്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ ആൾ വന്നില്ലെങ്കിൽ നമ്മൾ ആ എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടാണ് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഇതാണ് ആദ്യത്തെ സിറ്റുവേഷൻ, ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാർ. ഓക്കെ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പ്രീമിയം. ആണെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടറ്റർ അത്ര ഒരു ഡിബഞ്ചേഴ്സ് അക്കൗണ്ടറ്റർ 5 ലക്ഷം. പിന്നെ പ്രീമിയം റിഡംഷൻ അക്കൗണ്ടറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ പ്രീമിയം എത്രയാണ്? 10% അല്ല, 10% 9,000 വരും. 9,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 5,50,000. ഓക്കെ. പ്രീമിയം റിഡംഷൻ അക്കൗണ്ടറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് സിമ്പിളായിട്ടുള്ള എൻട്രിയാണ്. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 5,50,000. ക്യാഷ് കൊടുക്കുന്നത് 5,50,000. ഓക്കെ. എമൗണ്ട് പെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ ഓഫ് ഇൻക്ലൂഡിങ് പ്രീമിയം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ ചെയ്യുക. ഔട്ട് ഓഫ് ക്യാപിറ്റൽ അങ്ങനെ ചെയ്യുമ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. എൻ്റെ ജേർണലീസാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടറ്റർ
പ്രീമിയത്തിലാകുമ്പോൾ പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സിറ്റുവേഷൻസ് മനസ്സിലാക്കി എൻട്രീസ് മനസ്സിലാക്കി പഠിക്കുക. പ്രീമിയം ഇല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് എൻട്രി ചെയ്താൽ എന്തായാലും ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബാങ്ക് അതിൽ മാറ്റില്ല. ഓക്കെ, ഈ ചോദ്യത്തിലൂടെ ആ രണ്ട് സിറ്റുവേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് റിഡംഷൻ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത് കേട്ടോ. ആദ്യത്തെ മെത്തേഡാണത്. ഓക്കെ, താങ്ക് യു.